ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലുകൾ ഇരിക്കുന്നത്, അതായത് എടുക്കുന്ന സമയത്ത് ക്ലച്ചിലും ബ്രേക്കിലുമാണ്. നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ചു നോക്കുക. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വാഹനം ഉരുളുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് മാറ്റുക, ആക്സിഡന്റിന്റെ മുകളിൽ വെക്കുക, പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് വാഹനം മുൻപോട്ട് മൂവ് ആയി തുടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ, ആക്സിലേറ്റർ നിങ്ങൾ കാല് വെച്ച് ആക്സിലേറ്റർ കൂടുതലായിട്ട് കൊടുക്കാവൂ. അതേ സമയത്ത് ആദ്യമേ നിങ്ങൾ ഇങ്ങനെ ക്ലച്ചിലിരിക്കുന്ന സമയത്ത് തന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ക്ലച്ച് കിടന്ന് കരിയുമെന്ന് മാത്രം, ഇരയ്ക്കുമെന്ന് മാത്രമല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. വാഹനം എടുക്കേണ്ടത് ക്ലച്ചിൽ നിന്നാണ്. വാഹനത്തിന്റെ സ്പീഡ് കൂട്ടുന്ന സാധനമാണ് ആക്സിലേറ്റർ. ഈ ഒരു രീതി ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു വാഹനം മുൻപോട്ട് ക്ലച്ച് കരിയാതെ കൃത്യമായിട്ട് വാഹനം ഓഫ് ആകുന്ന കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കണം. പിന്നെ നമ്മൾ എന്തുകൊണ്ടിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കേൾക്കണ്ട, നിങ്ങളുടെ സ്വന്തം മാധ്യമം ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.